ഡിയർ ഫ്രണ്ട്സ്, എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ അഡീനിയത്തിൻ്റെ കളക്ഷൻ്റെ പ്ലേലിസ്റ്റിൽ നിന്ന് 3 ഭാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത് 4ാമത്തെ വീഡിയോ ആണ്, 4ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് ഈ പ്ലേലിസ്റ്റ് തയ്യാറാക്കിയെന്നോ മറ്റുള്ള ഡീറ്റെയിൽ എല്ലാം നമ്മൾ പ്ലേലിസ്റ്റ് തയ്യാറാക്കുന്ന ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ 4ാമത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ കളർ വെറൈറ്റീസുള്ള കുറച്ചുകൂടി വൈബ്രൻറ്റ് കളേഴ്സാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്നാമത്തതെന്ന് പറയുന്നത് ഈ റെഡ് കളറാണ്. ഇതൊരു ഫുൾ റെഡ് കളറല്ല, റെഡിലേക്കൊരു പെയിൻറ്റ്, വൈറ്റ് കളറ് പെയിൻറ്റ് ഇങ്ങനെ നമ്മൾ തെറിച്ച് വീഴുന്നത് പോലത്തെ രീതിയിലുള്ള ഒരു കോറൽ ഡിസൈൻ ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള കളറാണ് ഈ കളറ്. ഈ പൂവിനൊരു പ്രത്യേകത, പൂവിൻ്റെ പെറ്റൽസിൻ്റെ എൻഡിലൊരു ചെറിയ ബ്ലാക്ക് കളർ കൂടി കലർന്നാണ് വരുന്നത്. ഒരു ട്രൈ കളർ ഫ്ലവറാണിത്. അടുത്ത ഫ്ലവർ ഇതാണ്, ഒരു വൈറ്റും അതിൻ്റെ എൻഡ് മാത്രം, അതിൻ്റെ എഡ്ജസിൽ മാത്രം ഒരു ഡാർക്ക് മജന്ത കളർ, നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. അടുത്ത മൂന്നാമത്തത് ഈ ഫ്ലവറാണ്. ഇതൊരു 2-3 വർഷത്തേക്ക് മുമ്പ് എക്സോട്ടിക് വെറൈറ്റീസിലുണ്ടായിരുന്നതാണ്. വൈറ്റും ഒരു ഡാർക്ക് റെഡ് മജന്ത മിക്സ് ചെയ്തൊരു കളർ, ഒരു കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ്. അടുത്ത് ഒരു സിംഗിൾ പെറ്റലാണ്, ഡാർക്ക് റെഡ്. അത് ഈ പൂവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെൽവെറ്റിഷ് ഡിസൈൻ പോലെയാണ് ഇരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. 4ാമത്തത് ഒരു വയലറ്റ് കളറാണ്. ഇത് സിംഗിൾ പെറ്റലല്ല, മൾട്ടി പെറ്റൽ തന്നെയാണ്. സെക്കൻഡ് പെറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് പൂവ് കാണുന്നത്. അടുത്തതൊരു യെല്ലോയിഷ് വൈറ്റ് പിങ്കൊക്കെ കൂടി മിക്സ് ചെയ്തൊരു ഒരു ടൈപ്പ് ഓഫ് ട്രൈ കളർ ഫ്ലവറാണ്. അടുത്തതൊരു യെല്ലോ കളർ ഫ്ലവർ, പിങ്ക് എഡ്ജും സെൻട്രൽ റെഡ് ലൈനുള്ള, ഈ പെറ്റൽസിൻ്റെ സെൻട്രൽ റെഡ് ലൈനുള്ളൊരു ഭംഗിയുള്ള പൂവാണ് കേട്ടോ. അടുത്തൊരു യെല്ലോ കളർ ഫ്ലവറാണ്. സെൻട്രൽ ഡാർക്ക് യെല്ലോയും ടെന്നീസ് കളർ യെല്ലോ എന്നൊക്കെ പറയുന്നൊരു യെല്ലോയും പുറത്തേക്ക് വരുമ്പോൾ വൈറ്റിഷ് ഇങ്ങനെ കൂടി വരുന്ന ടൈപ്പിൽ നല്ല ഭംഗിയുള്ള മൾട്ടി പെറ്റൽ ഫ്ലവർ. ഇതൊരു പിങ്ക് കളറാണ്. പക്ഷേ ഒരു പ്രത്യേകത, ഇതിനകത്തൊരു വൈറ്റിഷ്, നമ്മൾ ഈ പെയിൻറ്റ് സ്പ്രേ ചെയ്യുന്നത് പോലത്തെ ഒരു ഭംഗിയുള്ളൊരു കോറൽ ഡിസൈനും കൂടിയുണ്ട്. നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു വൈറ്റ് പൂവിൻ്റെ എഡ്ജസിൽ മാത്രം, എൻഡിൽ മാത്രം മജന്ത കളറുള്ളതാണ്. പക്ഷേ ഈ പൂവിൻ്റെ ഒരു പ്രത്യേകത മറ്റതിനേക്കാളും കുറച്ചുകൂടി വലിയ പൂവാണ്, കുറച്ചുകൂടി വലിയ ഫ്ലവറാണ്. കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പൂവാണ് കേട്ടോ. ഇത് ഈ ചെടി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു എക്സോട്ടിക് ടൈപ്പ് ഓഫ് ഒരു നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ്. പിങ്കിനകത്ത് റെഡ് കോറൽ ഡിസൈനുള്ള ഒരു ഫ്ലവർ. അടുത്തൊരു പിങ്ക് കളറാണ്. അതിൻ്റെ എഡ്ജസിൽ വൈറ്റ് ഡിസൈൻ വരുന്നൊരു ഭംഗിയുള്ള പൂവ്. അടുത്ത റെഡ് കളറാണ്. ഈ റെഡ് കളർ പൂവിൻ്റെ ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത, എഡ്ജിലിപ്പോൾ ബ്ലാക്കാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഫ്ലവർ വിരിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനെയല്ല ഉണ്ടാവുക. അതൊരു പ്രോപ്പർ റെഡ് തന്നെയായിരിക്കും. ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ അത് നല്ല ഡാർക്ക് ബ്ലാക്ക് പോലത്തെ ഒരു കളറിലേക്ക് പോയിട്ട് ഒഴിഞ്ഞു പോവുക ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളറാണിത്. എഡ്ജസിൽ മാത്രം കോറൽ വൈറ്റ്, നമ്മുടെ ഈ വൈറ്റ് ഇങ്ങനെ തൂകിയിടുന്നത് പോലത്തെ ഒരു ഭംഗിയുള്ള കളർ, നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇത്. അടുത്തൊരു റെഡ് കളറാണ്. അതിൻ്റെ എഡ്ജസിലോട്ട് ബ്ലാക്ക്, ഒരു വൈറ്റ് പ്ലസ് ബ്ലാക്ക് ചേർന്നൊരു ട്രൈ കളർ പൂവാണ്. നല്ല ഭംഗിയുള്ള പൂവാണ്. ഇതൊരു ഡാർക്ക് വയലറ്റ് കളറാണ്, നല്ല ഡാർക്ക് വയലറ്റ് കളറാണ്. ഇത് നമ്മൾ വിരിഞ്ഞ സമയത്തുള്ള പൂവാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ഡാർക്കാവും, കാഴ്ചയ്ക്ക് ഭയങ്കര ഒത്തിരി ഡാർക്കായി മാറും. ഒരു വൈറ്റ് കളർ ഫ്ലവറാണ്, ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എഡ്ജസിൽ അതിൻ്റെ തുമ്പിൽ വളരെ നേർത്ത രീതിയിലുള്ള പിങ്ക് ഷെയ്ഡുള്ള വൈറ്റ് കളർ. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഒരു ഫ്ലവറാണ്. നിറച്ച് പൂക്കും, നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. നല്ല ഭംഗിയുള്ള കോറൽ ഡിസൈനൊക്കെ ഉള്ള ഒരു ട്രൈ കളർ, വൈറ്റും പിങ്കും മജന്തയൊക്കെ കൂടി ചേർന്നൊരു ട്രൈ കളർ പൂവ്. ഇതൊരു മജന്തയും വൈറ്റും കൂടി മിക്സ് ചെയ്തൊരു ഫ്ലവറാണ്. റോസി അഡീനിയം വെറൈറ്റി അല്ല, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതൊരു സൂപ്പർ വെറൈറ്റിയാണ്. കാഴ്ചയ്ക്ക് ഒത്തിരി നല്ല വൈബ്രൻറ്റ് കളറാണ്. വൈറ്റ് കളർ ഫ്ലവറാണ്. അതിന് നമ്മൾ ഈ പിങ്ക് കളർ, മെറി പിങ്ക് എന്നൊക്കെ പറയില്ല, പിങ്ക് കളർ ഇങ്ങനെ കോറലായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോഴത്തെ ഭംഗിയുള്ള കളർ. അടുത്തൊരു വൈറ്റ് മജന്ത കളറാണ്. ഈ വൈറ്റ് എഡ്ജ് ഭാഗങ്ങളിൽ മജന്ത ഇങ്ങനെ ചേർന്ന് പോകുന്ന രീതിയിൽ സെൻട്രൽ ലൈൻ വരുന്ന നല്ല ഭംഗിയുള്ളൊരു പൂവ്. അടുത്തതൊരു വൈറ്റ് പിങ്ക് മിക്സാണ്.
പക്ഷെ നല്ല ഭംഗിയുള്ള തന്നെ വൈറ്റ് എവിടെയാണെന്നോ അല്ലെങ്കിൽ പിങ്ക് എവിടെയാണെന്നോ നമുക്കിങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള രീതിയിൽ അത് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. നല്ല സൂപ്പർ ഒരു പൂവാണ്, നല്ല സൂപ്പർ പ്ലാന്റാണ്. ഇതൊരു ഒരു ഒരു ഇപ്പോൾ എക്സോട്ടിക് വെറൈറ്റീസിലോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടൊരു പൂവാണെന്ന് പറയാം. കാരണം ഇപ്പം ഇത് അത്ര നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. വൈറ്റ് കളർ പൂവാണ്. കാഴ്ചയ്ക്ക് ഒരു സിംഗിൾ പെറ്റൽ പോലെയാണ് ഇരിക്കുന്നതെങ്കിലും സിംഗിൾ പെറ്റലല്ല, മൾട്ടി പെറ്റൽ തന്നെയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് ഒരു ഡാർക്ക് ഒരു ബ്രൗണിഷ് കളറിൽ മജന്ത അങ്ങനെ പുറത്ത് ചെറുതായി സ്പ്രെഡായി വരികയും എഡ്ജോട് എഡ്ജ് ഇതിൻ്റെ എൻഡിൽ പിങ്ക് കളറ് വിസിബിളായിട്ട് കാണുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. ഇതൊരു നല്ല ഏറ്റവും ഭംഗിയുള്ള പൂക്കളിലൊന്നാണ്. വൈറ്റ്, റോസ്, പിങ്ക് കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സഡ് കളർ. ഏതെങ്കിലും ഒരു കളറാണ് കൂടുതലെന്നോ കുറവെന്നോ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഭംഗിയുള്ളൊരു പൂവാണ്. ഇതൊരു സിംഗിൾ പെറ്റലിലെ ബെസ്റ്റ് ഫ്ലവറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. വൈറ്റ് കളറാണ്, സിംഗിൾ പെറ്റലാണ്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് ഒരു ബ്രൗൺ, നമ്മുടെ ഒരു ലാവൻഡർ, ഒരു മജന്തയൊക്കെ കൂടി ചേർന്ന ഒരു ഡാർക്ക് കളർ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയും ആ പൂവിൻ്റെ ഇതളിലേക്ക് കയറുമ്പോൾ അത് ലാവൻഡറായിട്ട് മാറുകയും ചെയ്തിട്ട് ഇതളുകളിൽ ഓരോന്നിൻ്റെയും സെൻറ്ററിലൂടെ ഒരു ലാവൻഡർ ലൈൻ പോകുന്ന നല്ല ഭംഗിയുള്ളൊരു പൂവ്. ഇതൊരു യെല്ലോ ഫ്ലവറാണ്, യെല്ലോ വൈറ്റാണ്. പക്ഷേ ഒരു പ്രത്യേകത, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓരോ പെറ്റലിൻ്റെയും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു ബ്ലാക്ക് ലൈൻ കൂടി ചേർന്ന് വരും. ഇപ്പോൾ ഈ ഫ്ലവറിലത് കുറച്ച് വിസിബിൾ അല്ല, പക്ഷേ നല്ല ഭംഗിയുള്ള പൂവാണ്. സെൻറ്ററിൽ നിന്ന് ഉള്ളിലേക്ക് മഞ്ഞ വരികയും ഇതളുകളിലേക്ക് പോകുമ്പോൾ അത് വൈറ്റായി വരികയും ചെയ്യും. അതിൻ്റെ ഈ എല്ലാ ഇതളിൻ്റെയും ഉൾവശം ഡാർക്ക് കറുത്ത കളറിലുള്ള ഒരു ഡിസൈൻ ഇതിനുണ്ട്. ഇതൊരു നല്ല ഭംഗിയുള്ള കളറാണ്. സെൻറ്ററിൽ റെഡ് ലൈനും ഉള്ളിലേക്ക് വരുംതോറും മജന്ത കളറൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള പൂവ്. ഇത് റെഡ് കളറാണ്, പക്ഷേ നല്ല വലിയ റെഡ് കളർ ഫ്ലവറാണ്. നല്ല വൈറ്റ് മിക്സഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള, അതിൻ്റെ വൈറ്റ് ബ്ലെൻഡിങ് നല്ലൊരു ഭംഗിയുള്ള രീതിയിലാണ് ബ്ലെൻഡ് ചെയ്തേക്കുന്നത്. ആ രീതിയിലുള്ള നല്ല ഭംഗിയുള്ള പൂവാണ്. ഒത്തിരി പൂക്കുകയും ചെയ്യും. ഇതൊരു റെഡ് കളറാണ്, പ്യുവർ റെഡാണ്, ഡബിൾ പെറ്റലാണ്. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ഏറ്റവും വെളിയിൽ വരുന്ന ആ പെറ്റൽ ഒരു പ്രത്യേക രീതിയിൽ ആയിരിക്കും വരിക. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു പൂവാണ് കേട്ടോ. ഇതൊരു ഭംഗിയുള്ള പൂവാണ്. മജന്ത വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ളൊരു പൂവാണ്. ഇത് ഒരു ഏറ്റവും ഉൾഭാഗത്ത് മഞ്ഞ, അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വെള്ള, പുറത്തേക്ക് എത്തുമ്പോൾ ഒരു മജന്ത, എന്നിട്ട് സെൻട്രൽ റെഡ്, മനം മയക്കുന്ന എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് ഒരു ഫ്ലവറാണ്. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള പൂവാണ്. വൈറ്റ് കളർ പൂവാണ്. എന്നിട്ട് അതിൻ്റെ സെൻട്രൽ നിന്ന് ഇതളുകളിൽ നിന്ന് എഡ്ജുകളിൽ നിന്ന് പുറത്തേക്ക് റെഡ് കളർ ലൈനും അതിൻ്റെ എൻ്റെ ഏറ്റവും എൻഡിലെല്ലാം നല്ല റെഡ് കളർ ചേർന്ന് വരുന്ന ഭംഗിയുള്ളൊരു ഫ്ലവർ. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഫ്ലവറാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, മജന്തയും റെഡും ബ്ലാക്കും എന്താ പറയുക, ഒരു 4-5 കളർ മിക്സ് ചെയ്ത് വരുന്ന നല്ല ഭംഗിയുള്ള പൂവാണ്. ഇത് പൂക്കുമ്പം ഒരു പക്ഷേ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, കുറച്ചുകൂടി ലൈറ്റാണ്. അത് മെച്ചുവേർഡായി വരുമ്പോൾ നല്ല ഡാർക്ക് കളറിലേക്ക് പോകും. അത്ര നല്ല ഭംഗിയുള്ള പൂവാണ്. ഇത് സിംഗിൾ പെറ്റലല്ല, ഡബിൾ പെറ്റലാണ്. പക്ഷേ കാഴ്ചയ്ക്ക് 2 പെറ്റൽസും ചേർന്ന് വരുന്ന രീതിയിലുള്ള റെഡ് കളറാണ്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റാണ്. എഡ്ജിൽ മാത്രം റെഡ്, ഒരു ലൈൻ പോലെ റെഡ് ഇങ്ങനെ വരികയും ബാക്കി നല്ല വലിയ റെഡ് കളർ ഫ്ലവറാണ്. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള പൂവാണ്. ഇതൊരു വൈറ്റ് റെഡ് മിക്സാണ്. ഇതൊരു റോസി വെറൈറ്റിയാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാകും, ലൈറ്റ് മജന്തയും വൈറ്റും യെല്ലോയും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി. ഇതൊരു പിങ്ക്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിങ്ക് ഈ കളറാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയാണ് ഈ പിങ്ക് കളർ കാണാൻ. നല്ല രസമുള്ള, വേറെ കളറൊന്നുമില്ല, ജസ്റ്റ് പിങ്ക്, നല്ല ഭംഗിയുള്ള മെറി പിങ്ക്. ഇത് സിംഗിൾ പെറ്റൽ ഇപ്പം ഫേമസായി വരുന്നൊരു വെറൈറ്റിയാണ്. ഓറഞ്ച് കളറാണ്, സിംഗിൾ പെറ്റലാണ്. റെഡ് കളർ ഫ്ലവറാണ്, കുറച്ച് വൈറ്റ്, അതിൻ്റെ ഇതളുകളിലേക്ക് വൈറ്റ് ഇങ്ങനെ സ്പ്രെഡായി വരുന്ന ഡിസൈനിലുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ 4ാമത്തെ ഈ പാർട്ട് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒപ്പം കൂടി എല്ലാവർക്കും നന്ദി. ഒരു കാര്യം കൂടി ജസ്റ്റ് പറയാനുണ്ട്. നമ്മുടെ ഈ 3 വീഡിയോസും കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ബയോയിലുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അവർ ചാനൽ. ഓക്കെ, ബൈ ഫ്രം എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനൽ.